ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് നല്ലൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കിടന്നതാണ്. ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടി തന്നെ കിടന്നതാണ്. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിടന്നതാണ്. പക്ഷേ ഒരുപാട് നേരം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. കുറച്ച് ദിവസമായിട്ട് ഉറക്കം കറക്റ്റ് ഒരു സ്ലീപ്പിംഗ് സൈക്കിളല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമാണോ എന്നറിയത്തില്ല. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടൊരു 3 hours പൊളിറ്റ് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം തൊട്ട് എനിക്ക് ജോഗ്രഫി റിവിഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ക്ലൈമറ്റോളജി എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫിയിൽ, ഫിസിക്കൽ ജോഗ്രഫിയിൽ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റോളജിയിൽ നിന്ന് ഇപ്പോൾ പ്രിലിംസിൽ നിന്ന് തന്നെ ഓരോ വർഷം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലൈമറ്റോളജിയിൽ നിന്ന് മാത്രമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ടെമ്പറേറ്റ് സൈക്ലോൺസ്, ജെറ്റ് സ്ട്രീംസ്, എൽ നിനോ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചർ, എയർ പ്രഷർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ UPSC പല പ്രാവശ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആദ്യം തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കേട്ടോ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ജോഗ്രഫി തന്നെ ക്ലൈമറ്റോളജിയാണ് കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ. അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. എല്ലാ വർഷവും മിക്കപ്പോഴും ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളേരു ലേക്സിനെ കുറിച്ചിട്ടും കണ്ടു.
പിന്നെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇന്ത്യൻ ഫിസിയോഗ്രഫീനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ജിയോമോർഫോളജി വരാറുണ്ട്. സോ ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് UPSCയുടെ PYQs ഒക്കെ എടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് ഒരു 9:30 ഒക്കെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഫുഡ് കഴിക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞാൻ എപ്പോഴും അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വീണ്ടും സ്റ്റഡി സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. സോ ഇന്നിപ്പോൾ എന്തോന്നറിയില്ല, ഫുഡ് കഴിച്ചു അപ്പോൾ തന്നെ വന്നു, എന്നിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങി. ആ എഴുതിയ നോട്ട്സ് ഒന്നും കൂടി എടുത്തിട്ടൊന്ന് വായിച്ചു, റിവൈസ് ചെയ്തു. ഞാൻ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ PYQs ചെയ്യുന്നത്. അതായത് ഇന്ന് എന്താണോ പഠിച്ചത് അത് പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടി ഇരുന്ന് പഠിച്ചിട്ട് അതിന് ശേഷമായിരിക്കും ഞാൻ PYQs UPSCയുടെ PYQs സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ ഓൺ ലാംഗ്വേജിലോട്ട്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ അത് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലിരുന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് നമ്മുടെ ബ്രെയിനിൽ കുറച്ചുകൂടി നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പഠിച്ച കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകുന്നില്ല. ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാലും മതി, പിന്നെ അത് പെർഫെക്റ്റായിട്ട് എൻ്റെ മെമ്മറിയിൽ ഇരുന്നോളും. സോ ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നതും മെമ്മറൈസ് ചെയ്യുന്നതും. പിന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇപ്പോൾ 12 മണിയായി, അതായത് ഇപ്പോൾ മാർച്ച് 4 ആയി. സോ മാർച്ച് 4 എൻ്റെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്തു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ ഇത്രയും പേര് എന്നെ വിഷ് ചെയ്യാനുണ്ടായതിൽ. സോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു ഓൾ.